ഓക്കെ, ഞാനിപ്പോൾ പഠിക്കുന്ന ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലാണ്. ഈ കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്ന കോളേജാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലും അവിടുത്തെ ഫെസിലിറ്റീസ് ആയാലും ഇവിടുത്തെ ഹോസ്റ്റലായാലും അതുപോലെ എന്തായാലും മികച്ച തന്നെ നിൽക്കുന്നു. കാരണം ഇവിടുത്തെ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ കോളേജ് തിരഞ്ഞെടുക്കാൻ ഉണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ടീച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു ലാംഗ്വേജ് ബാരിയറെന്നോ വേറൊരു കൺട്രിയിലായതുകൊണ്ട് ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഇംഗ്ലീഷിലായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ പഠിക്കാനും പറ്റും. സോ നമുക്ക് അതും പോരാഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. ഈവൻ അനാറ്റമിക്ക് പോലും സൗത്തിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് തന്നെ ഒരു സാർ ഫസ്റ്റ് ഇയറിന് പഠിപ്പിക്കാൻ വരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നില്ല. പക്ഷേ സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷർ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ, അതായത് കോളേജിന് തന്നെ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ നമ്മളെ കൊണ്ടുപോവുകയും പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുകയും പലതും നേരിട്ട് കാണാനും ഓപ്പറേഷനായാലും സർജറി ആയാലും എല്ലാം നമ്മളെ കൊണ്ട് നേരിട്ട് കാണിക്കുന്നതുമുണ്ട്. ഇപ്പോൾ ലാബായാലും ഹിസ്റ്റോളജിക്ക് ഒരു ലാബുണ്ട്. അതുപോലെ ഓരോ സബ്ജക്റ്റിനും ഓരോ സെപ്പറേറ്റ് ലാബുണ്ട്. ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമ്മൾ മിക്കവാറും പ്രാക്ടിക്കൽസിനും നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻസിലും ഒക്കെ കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് തൊട്ടടുത്താണ്, നടന്നു പോകാം, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടെ നമുക്ക് ഹൈ എക്സ്പോഷർ നല്ല നൽകുന്നുണ്ട്. ക്ലിനിക്കൽ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് പഠിക്കാനുള്ള വലിയൊരു സാധ്യത തന്നെ അവിടെ ഉണ്ട്. ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഒരു ക്ലാസ്സിൽ ഏകദേശം 16 തൊട്ട് 17 വരെ ആളുകളുണ്ട്. ഇത്ര ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ടീച്ചർക്കും ഈച്ച് സ്റ്റുഡൻസിന് ഒരു സെപ്പറേറ്റ് അറ്റൻഷൻ കിട്ടും. അത് വളരെ കാര്യമാണ്. ഇങ്ങനെ ഫോറിൻ MBBS പഠിക്കുന്ന ഓരോരുത്തർക്കും സെപ്പറേറ്റ് അറ്റൻഷൻ കിട്ടുക എന്ന് വെച്ചാൽ ഈ 17 എന്ന സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ സാധിക്കും. നമുക്ക് FMG കോച്ചിങ്ങും ഇവിടെ നൽകുന്നുണ്ട്. വളരെ നല്ല രീതിയിലുണ്ട്. അതെന്ന് വെച്ചാൽ ഓരോ സെക്ഷനായിട്ടാണ്. ഫസ്റ്റ് ഇയറിലെ സെക്ഷൻ ഇപ്പോൾ തീർന്നു. അത് ജനുവരിയിലായിരുന്നു നടന്നത്. അത് നമുക്ക് ഇവിടെ കോളേജിൻ്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഇവിടെ FMG സെക്ഷനുകൾ സംഘടിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ സെക്കൻഡ് ഇയറിലാണ്, അതായത് നെക്സ്റ്റ് ഇയറിലാണ് നടക്കുക. ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഒരു റൂമിൽ 4 പേരാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പുതിയ യൂണിവേഴ്സിറ്റി, അതായത് ഈ കോളേജിൻ്റെ പുതിയ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു, കഴിഞ്ഞ മാസമായിരുന്നു. അതിന് തൊട്ടടുത്താണ് നമ്മുടെ പുതിയ ന്യൂ ഹോസ്റ്റൽ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഹോസ്റ്റലിലേക്കിട്ട് എനിക്ക് തോന്നുന്നു ഒരു കാലെടുത്ത് വെച്ചാൽ മതി, അത്രയ്ക്ക് അടുത്താണ്. ആ ഹോസ്റ്റലിലായാലും ഫുഡായാലും ബെഡ് ഷെയറിങ് ആയാലും 4 ഒക്കുപ്പൻസിയാണ് ഒരു റൂമിൽ. വളരെ നല്ല കംഫർട്ടബിളാണ്. കംപ്ലീറ്റ്ലി ഇന്ത്യൻ ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. വീക്ക്ലി ത്രൈസ് നമുക്ക് നോൺ വെജും കിട്ടാറുണ്ട്. അതുകൊണ്ട് തീർന്നു പോവുകയോ അത് കിട്ടാതിരിക്കുക അങ്ങനെയൊന്നും കാര്യമില്ല. നമുക്ക് വലിയൊരു മെസ്സ് തന്നെ കോളേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാം പക്ക ഓക്കെയാണ്. വെതർ സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് നല്ല വിൻ്ററാണ്. ഡിസംബർ ആകുമ്പോൾ എക്സ്ട്രീം വിൻ്റർ സ്നോഫോളൊക്കെ ഉണ്ടാവും. പിന്നീട് ഫെബ്രുവരി സ്പ്രിങ് കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ സമ്മറാണ്. സമ്മർ നമ്മുടെ നാട്ടിലെ പോലെ ഒരു 36 മാക്സിമം 36 ഡിഗ്രി വരെ പോകും. വിൻ്റർ എക്സ്ട്രീമായിട്ട് ഒരു -10 -12 ഡിഗ്രിയൊക്കെ വരെ പോകാറുണ്ട്. എല്ലാം കംഫർട്ടാണ്, പ്രശ്നമൊന്നുമില്ല. ഉസ്ബെക്കിസ്ഥാൻ കംപ്ലീറ്റ്ലി ഒരു സേഫ് കൺട്രിയാണ്. എനിക്ക് ഇതുവരെ ഇവിടെ ജീവിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിസ്ക്രിമിനേഷൻ അങ്ങനെ ഇല്ല. കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെന്നാൽ എനിക്ക് തോന്നുന്നു ഒരു വശം ഉണ്ടായേക്കാം. പക്ഷേ ഒരു ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. പീപ്പിൾസ് ആയാലും നല്ല ഫ്രണ്ട്ലി ആണ്, അധികം പ്രശ്നമൊന്നുമില്ല. ഗുഡ്. ഒരു അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറയാൻ മാസം നമുക്ക് ഏകദേശം ഒരു മാക്സിമം ഒരു 5000 റുപ്പീസിൻ്റെ കാര്യമുള്ളൂ. നമുക്ക് ഇവിടെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കുക. പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് 5000 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ ആകുന്നുള്ളൂ. റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല ചീപ്പായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. If you're looking to pursue a career in Uzbekistan, then this is the right time. Contact Go Campus today and start your MBBS journey.